തൃശൂർ അരിമ്പൂരിൽ എയ്ഡഡ് സ്കൂൾ മറിച്ചുവിറ്റു എന്ന പരാതിയിൽ നടപടിയെടുത്ത് പൊതുവിദ്യാഭ്യാസ വകുപ്പ്. മുൻ അധ്യാപികയും സ്വകാര്യ സ്കൂൾ മാനേജ്മെന്റും ചേർന്ന് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയെന്ന് കണ്ടെത്തിയതോടെയാണ് നടപടി. അനധികൃത വിൽപ്പന റദ്ദു ചെയ്യാനും നിയമ നടപടികളുമായി മുന്നോട്ടു പോകാനുമാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് തീരുമാനം. തൃശൂർ അരിമ്പൂരിലെ സ്റ്റാഫ് മാനേജ്മെന്റ് എയ്ഡഡ് സ്കൂളായ പരക്കാട് APS സ്കൂളാണ് നിയമങ്ങളെ മറികടന്ന് വിൽപ്പന നടത്തിയത്. 98 വർഷം പഴക്കമുള്ള സ്കൂളിന്റെ ജീർണാവസ്ഥയും കുട്ടികളുടെ കുറവും മറയാക്കിയായിരുന്നു നടപടി. സ്കൂളിലെ മുൻ അധ്യാപികയും മറ്റൊരു സ്വകാര്യ സ്കൂൾ മാനേജ്മെന്റും ചേർന്ന് നടത്തിയ വിൽപ്പനയ്ക്കെതിരെ മറ്റ് അധ്യാപകരടക്കമുള്ളവർ ചേർന്നാണ് പരാതി നൽകിയത്. സർക്കാരും ഗവർണറും വിഷയത്തിൽ ഇടപെട്ടതോടെയാണ് അനധികൃത വിൽപ്പന സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവരുന്നത്. 1958 റൂൾ പ്രകാരം സ്റ്റാഫ് മാനേജ്മെന്റ് സ്കൂളുകൾ ഒരിക്കലും കൈമാറ്റം ചെയ്യാൻ പാടുള്ളതല്ല. അത് അവസാന പ്രധാന അധ്യാപക ഇല്ലാതാവുന്ന സമയത്ത് അത് സർക്കാരിലേക്ക് വന്നു ചേരേണ്ട സ്വത്താണത്. ആ സ്കൂള് അവിടുത്തെ എല്ലാ കാര്യങ്ങളും അങ്ങനെ അത് ഈ നിയമം നിലനിൽക്കെ തന്നെ ഈ ഒരു സ്കൂള് കൈമാറ്റം ചെയ്യാൻ റിട്ടയർഡ് അധ്യാപിക കൊച്ചുത്രേസ്യയും റഫറന്റ് ഫാദർ മിസ്റ്റർ റോയ് വടക്കനും ചിലരും ചേർന്ന് നടത്തിയ ഗൂഢാലോചനയാണ്. സ്റ്റാഫ് മാനേജ്മെന്റ് സംവിധാനത്തിൽ പ്രവർത്തിച്ച പരക്കാട് സ്കൂളിലെ അധ്യാപിക CG കൊച്ചുത്രേസ്യ 2023 മാർച്ച് 31 ജോലിയിൽ നിന്ന് വിരമിച്ചത്. ഇതോടെ സ്കൂളിന്റെ ഉടമസ്ഥാവകാശവും നടത്തിപ്പും തൃശൂർ വെസ്റ്റ് AEOയ്ക്കായി മാറി. എന്നാൽ ഇക്കാര്യം മറച്ചുവെച്ച് വിദ്യാഭ്യാസ വകുപ്പിലെ തന്നെ ചിലരുടെ സഹായത്തോടെ അധ്യാപിക സ്വന്തം പേരിലേക്ക് സ്കൂളിന്റെ ഉടമസ്ഥാവകാശം മാറ്റുകയായിരുന്നു. തുടർന്നാണ് തൃശൂർ അതിരൂപതയ്ക്ക് കീഴിലെ അരിമ്പൂർ സെയിന്റ് അൽഫോൺസാസ് ഹൈസ്കൂൾ മാനേജർ ഫാദർ റോയ് ജോസഫ് വടക്കന് കൊച്ചുത്രേസ്യ സ്കൂൾ കൈമാറ്റം ചെയ്യുന്നത്. 22 സെന്റ് സ്ഥലവും സ്ഥാവര ജംഗമ വസ്തുക്കളും അടക്കം 70 ലക്ഷം രൂപയ്ക്കാണ് വിറ്റതെന്നാണ് സൂചന. ഇതിന്റെ അഴിമതിക്ക് കൂട്ടുനിന്നിട്ടുള്ളത് കൊച്ചുത്രേസ്യ എന്ന അഡ്മിനിസ് ആണ്. അതുപോലെ തന്നെ ഒരു പുരോഹിതനായ മിസ്റ്റർ റോയ് വടക്കനാണ്. അപ്പോൾ അവരൊക്കെ പ്രതിക്കായിട്ട് നമ്മൾ കേസുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനം. പരാതിക്ക് പിന്നാലെ വിഷയത്തിൽ അന്വേഷണം നടത്തിയ പൊതുവിദ്യാഭ്യാസ വകുപ്പ് അനധികൃത വിൽപ്പന റദ്ദു ചെയ്യുകയും സ്കൂൾ സർക്കാരിൽ സ്ഥിരപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. നിരവധി വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്ഥാപനത്തിന്റെ പ്രവർത്തനം മുടങ്ങാതിരിക്കാൻ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും ഉത്തരവിലൂടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് വ്യക്തമാക്കി. അതേസമയം അഴിമതിയും സാമ്പത്തിക ക്രമക്കേടും ലക്ഷ്യമിട്ടാണ് വിഷയത്തിൽ ഗൂഢാലോചന നടന്നതെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നുമാണ് പരാതിക്കാർ ആവശ്യപ്പെടുന്നത്. ന്യൂസ് മലയാളം, തൃശൂർ.